നല്ല ക്യാരക്ടറാണ് സവാദ്. ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. നല്ല പാട്ടുകളൊക്കെ ഒരുപാട് അറിയാം. നമ്മൾ തെറ്റിച്ച് പാടിയാൽ പുള്ളി കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ പാട്ട് കൊള്ളൂല എന്ന് ഒരിക്കലും പറയത്തില്ല, പ്രോത്സാഹിപ്പിക്കേ ഉള്ളൂ. പാടിക്കോ ചേച്ചിന്നേ പറയുള്ളൂ. നല്ല പയ്യനാണ്. കൃഷ്ണ ഹായ് 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 ചേച്ചി. അന്ന് ഒരു പാട്ട് പാടി തന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പാടാനേ വരില്ല. ഏത് ലൈവില് അതാണ് സവാദേ. നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുമ്പോ നമ്മളെ 100 പേര് ശ്രദ്ധിക്കും. അത് മനസ്സിലാക്കാണ്ടാണ് സവാദ് ജീവിക്കുന്നത്. അടിച്ചിട്ടോ ലൈക്ക്. ആഹാ, താങ്ക് യു. എന്റെ 20% ലൈവ് ചാർജ് തീരുന്നവരെ ഞാൻ ലൈവിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ചാർജ് ഇടും. പിന്നെ 2 ദിവസം ലൈവ് ഇട്ടാത്തോണ്ടാണ് ഉച്ചയ്ക്ക് ലൈവ് തന്നത്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് വരൂല. അതാണ് എല്ലായിടത്തും അതന്നെ പ്രോബ്ലം. കാരണം അവർ സമ്മതിക്കൂല. എങ്ങനെ ആരോടെ ഈ കുഴഞ്ഞു സംസാരിക്കണേന്ന് ചോദിക്കും അല്ലേ. ഞാൻ വരാം, വാ 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 വാ, കേറി വാ മോളെ. ചോദിക്കാണ്ടാ കൃഷ്ണ, നിന്റെ സ്വന്തം വീടാണ്. കേറി വാ. സവാദിന് ഇപ്പൊ ഇഷ്ടം പോലെ പാട്ടുകൾ കേൾപ്പിക്കാൻ നമ്മുടെ കൃഷ്ണ വരുന്നു. ഇപ്പോഴല്ല, മുന്നേ. എവിടെയാണെന്ന് ഓർമ്മയില്ല സവാദെ. ഇത് ഇപ്പൊ കണ്ടില്ലേ, ഇനിയിപ്പോ സവാദ് ഒന്ന് മിന്നായം പോലെ വന്നിട്ട് പോകും. വേണമെങ്കിൽ സവാദ് ഒന്ന് മിന്നായം പോലെ വന്നിട്ട് പോവും. ജസ്റ്റ് ഒന്ന് മോന്ത കാണിച്ചിട്ട് പോകും. സവാദ് എല്ലാരും പറയണ കേക്കും. പക്ഷെ ഞാൻ പറയണത് മാത്രം അവൻ കേൾക്കൂല. എന്തെങ്കിലും ഒഴിവ് പറയും സവാദ്. അത് നല്ല ശീലം നബീസായിട്ടാ. അതെ, നീ കയറി വാ. ലൈവിൽ ഒന്ന് കയറി മുഖം കാണിച്ചിട്ട് പോവന്നെ സവാദെ. നബീസിന് ഒരു ആഗ്രഹം ഉണ്ടായിട്ടൊന്ന് മുഖം കാണിച്ചു കൊടുക്കണ്ടാന്ന് അവര്. ബാബാ സവാദ് കയറി വാ. ജോയിൻ കൊടുക്ക്, ജോയിൻ റിക്വസ്റ്റ് കൊടുക്ക്. മെസ്സേജ് വന്നില്ല. കേൾക്കും, പക്ഷെ പിന്നെ കാണിക്കാം. പിന്നെ ഇതെന്നെ പറഞ്ഞ അനുസരണ ഇല്ലാത്ത ശീലം. നോട്ട് അനുസരിച്ച് മൈ വാക്കുകൾ. എന്റെ വാക്കനുസരിച്ചില്ല. ഓ സവാദ്, ഞാൻ മിണ്ടില്ല. കേൾക്കും, പക്ഷെ പിന്നെ കാണിക്കാം. മുഖം മാത്രം കാണിക്കും കുട്ടിയെ. ഞാൻ കണ്ടില്ലേ, തല പോലെ ഏരിട്ടില്ല. അതെങ്ങനെ ഇരിക്കുക പിശാചിനെ പോലെ. രാവിലെ എന്ന് വെച്ചാ 5 മണിക്ക് എണീറ്റ് കുളിച്ച് തല ഏരിയതാ. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുക. ആണിനെ ആയാളും പെണ്ണിനെ ആയാലും ഫ്രീഡം വേണം. ആണുങ്ങൾക്ക് എവിടെയും പോകാം, ആരോടും മിണ്ടാം. അതെ, അതന്നെ ലോകം. അവരെന്താ വിചാരിക്കണം, നമ്മൾ മാത്രം മിണ്ടാതിരിക്കണം. എല്ലാവരോടും മിണ്ടാം. ആശ നിരാശകൾ. നല്ല പാട്ടൊന്ന് 4 വരി ആരെങ്കിലും എഴുതിയിട്ടാ. നമ്മുടെ അജിത് ഭായിയുടെ ലൈവിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ കുറെ പേര് 4 വരി പാട്ടുകൾ എന്ത് രസമായിട്ട് പാടുന്നറിയാം. പുള്ളി എൻജോയ് ചെയ്ത് പാടും. എന്റെ ലൈവിൽ ആരും പാട്ട് എഴുതി വിടുന്നില്ല കണ്ടോ. ആരെങ്കിലും 4 വരി പാട്ട് എഴുതിയിട്ട് ഞാനും പാടും. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തിരുന്നാലും പെണ്ണെ മടിച്ചു നിൽക്കാതെ, മിടുക്കി പ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ അടിച്ചു പഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളെ കണ്ണുന്ന താരമല്ലേ, പൂങ്കുയിലാൽ വളർന്ന താരമല്ലേ, മാനത്തെ നീ തെളിഞ്ഞില്ലേ, മാനിലെ നീ അണിഞ്ഞില്ലേ, പരിഭവം. സവാദിപ്പ വരും. ആരും ഓവർ ഫ്രീഡം ആകാൻ പാടില്ല ചേച്ചി. കറക്റ്റ്. ജലീൽ ഇട്ടതുപോലെ ആകരുത്. ഓവർ അല്ല, ജയിലിൽ ഇട്ടതുപോലെ ആകരുത്.